ജനങ്ങൾ അവരെ പക്കയായിട്ടിരുന്ന് ഹരാസ് ചെയ്യുവാണ്. അവരെന്താണോ ബാക്ക്ഗ്രൗണ്ടിൽ ബോഡി ഷേമിംഗ് നടത്തുന്നു, എലീനെ പോലിരിക്കുന്നു, ഓന്തിനെ പോലിരിക്കുന്നു, ദിനോസറിനെ പോലിരിക്കുന്നു. നിനക്ക് ആരാടി അഭിനയിപ്പിക്കാൻ വിളിക്കുന്നത്? എനിക്ക് എന്തൊരു അവസ്ഥയാണ് നിന്നെ. ഈവൻ മൈൽ സ്റ്റോൺ ചാനൽ വരെ സബ്സ്ക്രൈബ്, ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്ത ചാനൽ വരെ അൺസബ്സ്ക്രൈബ് ചെയ്യും, നിനക്ക് സ്ട്രൈക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണികളൊക്കെ ആയിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എനിക്കെതിരെ അതായത് ഈ പറയപ്പെടുന്ന എനിക്കെതിരെ അല്ല, രേണുസുതിക്കെതിരെ. സോ അപ്പോൾ ഈ രേണുസുതിയോട് ഞാൻ ഈ ക്വസ്റ്റ്യൻ, എന്നെ ഇങ്ങനെ ഹോസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ കുറെ കമന്റ്സുകളാണ് അവരുടെ കാണുന്നത്. അതായത് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നതിന് തൊട്ട് തലേന്ന് വരെയും അവരൊരു ആൽബത്തിലൊക്കെ അഭിനയിച്ചു, പ്രതീക്ഷയായിട്ടുള്ള ആൽബത്തിലൊക്കെ അഭിനയിച്ചൊക്കെ വമ്പൻ ഹിറ്റായി. ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷം 2 ലക്ഷമാണ് വ്യൂസ് അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ആൾക്കാരിരുന്ന് തെറിവിളിയാ, റോഡിൽ നിന്ന് അവരെന്തോ റീൽ ചെയ്യുമെന്നും പറഞ്ഞ്. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്ന ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ നാട്ടുകാർക്ക് കേൾക്കണം ഇവരിൽ നിന്ന് തന്നെ. അതായിരുന്നു ആ ചാനലിന്റെ ഉദ്ദേശം. പിന്നെ ഞാൻ ചെയ്യുന്നത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഒരു റഫ് ആൻഡ് ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു അവതാരികയായിട്ടാണ് അവരെന്നെ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ